നമസ്കാരം. 2025 ഏപ്രിൽ മാസം 22 രാജ്യസ്നേഹികൾ ഒരിക്കലും മറക്കാത്ത ദിനമാണ്. ജമ്മു കാശ്മീരിലേക്ക് വീണ്ടും പാക് ഭീകരവാദികൾ കടന്നു കയറി നിരപരാധികളായ നിരവധി മനുഷ്യരെ നിഷ്കരുണം വെടിവെച്ചു കൊന്ന ദിനം. കശ്മീരിലെ സ്വർഗമായ പഹൽഗാമിലേക്ക് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും സന്ദർശകർ എത്തിത്തുടങ്ങിയതോടെ ഉറക്കം നഷ്ടപ്പെട്ട ഭീകരർ നുഴഞ്ഞു കയറി നിരപരാധികളായ മനുഷ്യരെ നിഷ്കരുണം വധിക്കുകയായിരുന്നു. ആ ഭീകരാക്രമണത്തിൽ രാമചന്ദ്രൻ എന്നു പേരുള്ള എറണാകുളം എടപ്പള്ളി സ്വദേശിയായ ഒരു പാവം മനുഷ്യനും ഉൾപ്പെട്ടു. രാമചന്ദ്രനും ഭാര്യ ഷീലയും മകളുടെ 5 വയസ്സ് പ്രായമുള്ള ഇരട്ട കുട്ടികളും ഉൾപ്പെട്ട സംഘമായിരുന്നു ഈ സമയത്ത് പഹൽഗാമിലുണ്ടായിരുന്നത്. എല്ലാവരോടും കമിഴ്ന്നു കിടക്കാൻ ഭീകരർ പറയുന്നു. എല്ലാവരും കമിഴ്ന്നു കിടക്കുന്നു. ഓരോരുത്തരുടെ അടുത്തെത്തി ഇവർക്കാർക്കും മനസ്സിലാവാത്ത വിധത്തിൽ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചിലരെ വെറുതെ വിടുന്നു, ചിലരെ വെടിവെച്ച് കൊല്ലുന്നു. രാമചന്ദ്രനും കുടുംബവും വെടിയൊച്ചയ്ക്ക് കാതോർത്ത് ഭയാശങ്കകളോടെ കഴിയുന്നു. രാമചന്ദ്രനോട് ഭീകരൻ ചോദിച്ചത് കലിമ ചൊല്ലാനായിരുന്നു. കലിമ ചൊല്ലാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ രാമചന്ദ്രൻ നേരെ വെടിയുതിർത്തു. അവിടെ നിന്ന് ഒരു വിധത്തിലാണ് അച്ഛനെ കെട്ടിപ്പിടിച്ച് കുറച്ചു നേരം കരഞ്ഞു. ആളുകൾ ഓടി രക്ഷപ്പെടുന്നത് കണ്ട് 2 ഇരട്ട കുഞ്ഞുങ്ങളുമായി കാട്ടിലേക്ക് ഇറങ്ങി ഓടി. രക്ഷിച്ചെടുത്തത് കശ്മീരികളായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട 2 ഡ്രൈവർമാരായിരുന്നു. തൻ്റെ രക്ഷപ്പെടലിൻ്റെ കഥ അന്ന് വിവരിച്ചത് നമ്മളൊന്നും മറന്നിട്ടുണ്ടാവില്ല. അവരൊരു സെന്റൻസ് ഒന്നല്ല, ഒരൊറ്റ വേർഡാ ചോദിക്കണേ, കലിമ അങ്ങനെന്തൊരു വേർഡ് ചോദിച്ചു. ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ, കശ്മീരി ഡ്രൈവർ ആൻഡ് അനദർ ഡ്രൈവർ മിസ്റ്റർ സമീർ, അവർ രണ്ടുപേരും എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി 3 മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു. ഇപ്പം ആവില്ല എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ 6 മണിക്ക് തിരിച്ചു വന്നു. അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെപ്പോലെ കൂടെ നടന്ന്. ഞാൻ പറയുകയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് 2 ബ്രദേഴ്സിനെ കിട്ടിയെന്നാണ് ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അള്ള അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. തന്നെ രക്ഷിച്ചത് 2 മുസ്ലിം സഹോദരങ്ങളായ ഡ്രൈവർമാരാണ് എന്ന് പറഞ്ഞ് അള്ളാഹു നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് അവർ പോയതിനെക്കുറിച്ച് പറയുകയും ചെയ്തതൊന്നും ആരും ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിച്ചത് കലിമ ചൊല്ലണം എന്ന് പറഞ്ഞു എന്നതാണ്. കലിമ ചൊല്ലണം എന്ന് പറഞ്ഞ് വെടിയുതിർത്ത് കൊന്നു എന്നത് ചില തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരുടെ കുരു പൊട്ടിച്ചു. അവർ രാമചന്ദ്രൻ്റെ മകൾക്കെതിരെ തിരിഞ്ഞു. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത, ഇവിടെ മോഡറേറ്റ് മുസ്ലിമിന് യാതൊരു വിലയുമില്ല. തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാരാണ് ഇതിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവരാണ് മറുനാടന് സംഘിപ്പട്ടം ചാർത്തുന്നതും മറുനാടൻ മുഖ്യമന്ത്രിയെ കണ്ടാൽ പോലും അത് വിവാദമാക്കുന്നതും. അവർക്ക് സഹിക്കാൻ കഴിയുമോ കലിമ ചൊല്ലാൻ പറഞ്ഞാണ് വെടിയുതിർത്തത് എന്ന് പറയുന്നത് കേൾക്കാൻ? എന്തായാലും വലിയ സൈബർ ആക്രമണം നടന്നു. ആ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് സനൂബ് എന്ന സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഉണ്ടായിരുന്നു. അവൻ എഴുതിയത് അക്ഷരാർത്ഥത്തിൽ രാജ്യസ്നേഹികളെ മുഴുവൻ ഞെട്ടിക്കുന്ന ഡയലോഗായിരുന്നു. ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യൻ പൗരനായി സൗദി അറേബ്യയിൽ പോയി പണിയെടുത്ത് ഇന്ത്യ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്ന അതിഭീകരമായ മനസ്സുള്ള ആ തീവ്രവാദി സൗദിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ കുറിച്ചു: ഇങ്ങനെയാണോ എൻ്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത്? നന്നായി. ഇന്നല്ലെങ്കിൽ നാളെ കശ്മീർ ഞങ്ങൾ പിടിച്ചേക്കും. ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ വേർപെടുത്തും. മറ്റു ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും. കശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും. എൻ്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും. കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി. ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നെന്നിരിക്കും. ശ്രീപൽസരസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും. ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല. നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയെല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും. നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇങ്ങനെയൊരു ഡയലോഗ് ഒരു ഇന്ത്യൻ പൗരൻ പറയുന്നത്? അതും ഒരു മലയാളി പറയുന്നത്. അയാളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? കശ്മീർ ആദ്യം ഇന്ത്യക്ക് നഷ്ടപ്പെടുക, പാകിസ്ഥാനോ അല്ലെങ്കിൽ ഇതര മുസ്ലിം രാഷ്ട്രങ്ങളോ കശ്മീരിനെ പിടിച്ചെടുക്കുക, അതിനുശേഷം ഇന്ത്യയിലേക്ക് കടന്നു കയറുക, മുസ്ലിങ്ങൾ അല്ലാത്ത സകലരെയും നശിപ്പിക്കുക, ലോകരാഷ്ട്രങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പുക. നിങ്ങളുടെ പട്ടാളക്കാർ ഞങ്ങളിൽ കുറച്ചുപേരെ കൊന്നു വരാം, പക്ഷെ ഞങ്ങളുടെ ആശയത്തെ ഇല്ലാതാക്കില്ല. ഈ വിശുദ്ധ യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ. ഇങ്ങനെ പറഞ്ഞ ഒരുത്തൻ 1.5 വർഷമായിട്ടും ഇന്ത്യൻ പൗരനായി തുടരുന്നത് ഞെട്ടിക്കുന്നതല്ലേ? പക്ഷെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത അതാണ്. വലിയ ആവേശമൊന്നും ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എടുക്കാറില്ല. സൗദിയുടെ സംരക്ഷണയിൽ സുഖമായി കഴിയാം എന്നും അവൻ കരുതി. 1.5 വർഷം പിന്നിട്ടു, എല്ലാം കഴിഞ്ഞു എന്നാണ് അവൻ കരുതിയത്. ആരും അറിയാതെ ഈ മുഹമ്മദ് സനൂബ് മിനിഞ്ഞാന്ന് രാത്രിയിൽ
കരിപ്പൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങി തൻ്റെ കുടുംബത്തെ കാണാൻ. അവൻ അറിഞ്ഞില്ല ദേശസ്നേഹിയായ ഒരു പെൺകൊടി അവൻ്റെ പിന്നാലെയുണ്ടെന്ന്. അവളുടെ പേര് അധീന ഭാരതി എന്നാണ്. മൂവാറ്റുപുഴയിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച അധീന ചെറുപ്പം മുതൽ ഭാരതീയ പൈതൃകത്തിലും ഭാരതീയ പാരമ്പര്യത്തിലും ഇഷ്ടം പൂണ്ട് ഹൈന്ദവ മതം സ്വീകരിച്ച് ജീവിക്കുന്നയാളാണ്. അധീനയുടെ പിതാവ് അലക്സും ഹൈന്ദവ ജീവിത രീതിയോട് ചേർന്ന് പോകുന്നയാൾ. ചെറുപ്പത്തിൽ RSSന്റെ ബാലഗോകുലത്തിൽ പങ്കെടുത്ത് ഹൈന്ദവ പാരമ്പര്യത്തിലേക്ക് മാറി. പിന്നീട് അധീന ഭാരതി എന്ന പേര് സ്വീകരിച്ച് അധീന അലക്സ് അറിയപ്പെടുന്ന സംഘപരിവാർ പ്രവർത്തകയായി. ഇപ്പോൾ യുവമോർച്ചയുടെ സെക്രട്ടറിയാണ്. രാജ്യസ്നേഹമാണ് അധീനയുടെ ഏറ്റവും വലിയ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഈ കമന്റ് കണ്ട അന്ന് തന്നെ അധീന നിയമപരമായി കേസ് കൊടുത്തു. അതിന് പിന്നാലെ നടന്ന് കേസെടുപ്പിച്ചു. കേരള പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കുകയും അയാളെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് കൊണ്ട് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതറിയാതെയാണ് മുഹമ്മദ് സനൂപ് കഴിഞ്ഞ ദിവസം കരിപ്പൂരിൽ വന്നിറങ്ങിയത്. പാസ്പോർട്ട് സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഇമിഗ്രേഷൻ അധികാരികൾക്ക് കാര്യം പിടികിട്ടി. അപ്പോൾ തന്നെ ഇമിഗ്രേഷൻ അധികാരികൾ മുഹമ്മദ് സനൂപിനെ CRPFന് കൈമാറുകയും CRPF പോലീസിനെ അറിയിക്കുകയും ചെയ്തു. പോലീസ് സംഘമെത്തി സനൂപിനെ കൊണ്ടുപോയി അയാളെ റിമാൻഡ് ചെയ്തു. ഇക്കാര്യം അധീനയെ ടെക്സ്റ്റ് മെസ്സേജിൽ അറിയിക്കുകയും ചെയ്തു. ദിസ് ഈസ് ടു ഇൻഫോം യു ദാറ്റ് മുഹമ്മദ് സനൂഫ് അബ്ദുൽ സലീം, ഏജ് 26, the accused, crime number മുട്ടം പോലീസ് സ്റ്റേഷൻ, has been arrested on 2026-07-04 ജൂലൈ 4-ാം തീയതി 2:30 മണിക്ക് അറസ്റ്റ് ചെയ്തു എന്ന വിവരം അധീനെ അറിയിക്കുന്നു. അധീന ഇങ്ങനെ കുറിച്ചു: അങ്ങനെ ഒരു കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ സൗദിയിൽ നിന്ന് അവൻ നാട്ടിലെത്തി. എത്തിയ വഴി തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ അവന് വേണ്ടി വെളുപ്പിന് കാത്തിരുന്നത് ഇന്ത്യയുടെ നിയമപാലകരാണ്. ഒരു കൊല്ലം മുമ്പേ പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ സാറിന്റെ മകളുടെ ബൈറ്റിന് കീഴിൽ ഇവൻ ഈ കമന്റ് ഇട്ടത്. അന്ന് ഞാൻ നൽകിയ പരാതിയിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ ആത്മാർത്ഥത കാണിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നാട്ടിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ ഇവനെ പിടികൂടിയ എയർപോർട്ട് പോലീസിന് 1000 അഭിവാദ്യങ്ങൾ. ഫൈനലി ഹീസ് അറസ്റ്റഡ്. ഗൾഫിലിരുന്ന് ഇന്ത്യക്കാർക്കെതിരെ എന്ത് തീവ്രവാദ പ്രവർത്തനം നടത്തിയാലും സേഫ് ആണെന്ന് കരുതുന്ന ഇവനെ പോലുള്ളവരെ ഒന്ന് പറയാനുള്ളൂ: വി ആർ ഹിയർ, ഞങ്ങൾ ഇവിടെ കൊണ്ടിടോ. ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം: വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ എന്ത് വർഗീയതയും പറയാമെന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. അവർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണിത്. നിങ്ങൾ ഇന്ത്യൻ പൗരന്മാരായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് മേൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾ അറിയണമെന്നില്ല, ഈ നാട്ടിൽ കാലുകുത്തുമ്പോൾ നിങ്ങൾ പിടിയിലാകും. മുഹമ്മദ് സനൂപിനെ പോലെ അഴിയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, കേരള പോലീസ് കൈകാര്യം ചെയ്യേണ്ട കേസല്ലിത്. കേരള പോലീസ് വർഗീയത പരത്തി എന്നൊക്കെ പറഞ്ഞ് വകുപ്പ് ചുമത്തിയാൽ അവന് ജാമ്യം കിട്ടി അവൻ പുറത്തിറങ്ങും. അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് തികട്ടി വന്ന രാജ്യവിരുദ്ധത അത് കേവലം വർഗീയതയ്ക്കപ്പുറമാണ്. ഇന്ത്യയെ തകർക്കുക, ഇന്ത്യ നശിപ്പിക്കുക, അതിനുവേണ്ടി എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുക. കൊന്നാലും ഞങ്ങളുടെ ആശയം മരിക്കില്ല എന്നുള്ള ആത്മവിശ്വാസമാണ് അവനെ. UAPA ചുമത്തി അവനെ ചിരകാലം ജയിലിലടയ്ക്കണം. അതുകൊണ്ട് തന്നെ അധീന അടക്കമുള്ളവർ ഈ കേസ് NIA ഏറ്റെടുക്കുന്നതിന് വേണ്ട ചെയ്യേണ്ടിയിരിക്കുന്നു. നിർബന്ധമായും ഇവനെ പിടിച്ചാൽ ഇവനുമായി ബന്ധമുള്ള രാജ്യവിരുദ്ധരെയൊക്കെ പൊക്കാൻ സാധിക്കും. ഇവൻ പറഞ്ഞിരിക്കുന്ന ഡയലോഗുകൾ UAPA ചുമത്താൻ തക്കതായ കാരണമാണ്. ഇങ്ങനെ പറഞ്ഞ ഒരുത്തനെ ജാമ്യം കൊടുക്കാൻ പോലും കോടതി അനുവദിക്കില്ല. ഇവൻ മഹാ അപകടകാരിയാണ്. ഇവൻ ജീവിച്ചിരുന്നാൽ സ്വയം പൊട്ടിത്തെറിച്ച് അവൻ ഈ നാടിന് ഒരുപാട് ആപത്തുണ്ടാക്കും. അതുകൊണ്ട് ഇവനെ വെറും വർഗീയത പ്രചരിപ്പിച്ചതിന് അറസ്റ്റ് ചെയ്താൽ പോരാ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി ചിരകാലം ജയിലിൽ അടയ്ക്കണം. വേണ്ടപ്പെട്ടവർ ഇത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു.